Hi everyone, welcome back to my classroom. Today we are going to discuss about first one, proprietary ratio. What is a proprietary ratio? This ratio establishes the relationship between proprietor's fund and total tangible assets. The general financial strength of a firm can be understood from this ratio. The ratio of a particular importance to creditors who can find out the proportional shareholders fund in the capital asset employed in the business. പ്രൊപ്രൈറ്ററി റേഷ്യോനകത്ത് കാണിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടും ടോട്ടൽ അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന്. അതുതന്നെയാണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഇനി വാട്ട് ഈസ് എ ടോട്ടൽ അസറ്റ്? ടോട്ടൽ അസറ്റ് ഇൻക്ലൂഡ്സ് കറണ്ട് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്. കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അസറ്റിനെ വിളിക്കുമ്പോഴാണ് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോയിൽ നമ്മൾ എടുക്കുന്നത് ഒന്ന് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതും അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് നമ്മളതിനെ വിളിക്കും. സോ ദ ഇക്വേഷൻ ഈസ് നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. നെറ്റ് വർത്ത് മീൻസ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് equity share capital, preference share capital, all the reserves and surplus. Then total asset includes fixed asset plus current asset. ഓക്കെ അല്ലേ? അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോനകത്ത് കാണിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും പിന്നെ എന്താണ് ടോട്ടൽ അസറ്റുമാണ്. അപ്പോൾ അതിനകത്ത് കോമ്പോണൻസ് ഏതൊക്കെയാണ് ചോദിച്ചാൽ അത് രണ്ട് തന്നെയാണ് പറയേണ്ടത്. വാട്ട് ആർ ദി കോമ്പോണൻസ് ഓഫ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പാണോ കാണിക്കുന്നത് അതാണ് എൻ്റെ കോമ്പോണൻ്റ് ആയിട്ട് പറയേണ്ടത്. ദ ടു ബേസിക് കോമ്പോണൻസ് ഓഫ് പ്രൊപ്രൈറ്ററി റേഷ്യോസ് ആർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ആൻഡ് ടോട്ടൽ അസറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊരു റേഷ്യോൻ്റെ കോമ്പോണൻസ് ചോദിക്കുമ്പോഴും അതിൽ ഏതൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പാണോ എസ്റ്റാബ്ലിഷ് ചെയ്യണത് അതാണ് കാണിക്കേണ്ടത്. ദെൻ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഐഡിയൽ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത് 50% കൂടുതൽ കിട്ടുവാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ആൻ ഐഡിയൽ പ്രൊപ്രൈറ്ററി റേഷ്യോ. അതായത് 0.5:1 ഓർ 50%ൻ്റെ ഫോമിലാണെങ്കിൽ 50%. അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർപ്രിട്ടേഷൻ എഴുതുമ്പോൾ എന്താണ്? ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ് സേഫ്റ്റി ടു ക്രെഡിറ്റേഴ്സ്, ലോ റേഷ്യോ ഇൻഡിക്കേറ്റ് ഗ്രേറ്റർ റിസ്ക് ടു ക്രെഡിറ്റേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഒരുപാടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് സേഫാണ്, അവർ കൊടുത്ത പണം അവർക്ക് കൃത്യമായി തിരിച്ചു കിട്ടും. ലോ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് റിസ്ക് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോയിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്താണ് അതിൻ്റെ മീനിങ്, അല്ലെ കോമ്പോണൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് എന്താണ്, എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. ഓക്കെ, വേറൊരു റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് റേഷ്യോ. റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ്. ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഇക്വേഷൻ. ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് എന്നാണ്. ദാറ്റ് മീൻസ് ദ ഇക്വേഷൻ ഈസ് ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. വാട്ട് ഈസ് എ ടോട്ടൽ അസറ്റ്? നമുക്കറിയാം ഏതൊക്കെയാണ്? ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ്. എല്ലാ ഫിക്സഡ് അസറ്റും എല്ലാ കറണ്ട് അസറ്റും എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ അസറ്റ്. ഇനി ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാലോ, ഡെപ്റ്റിൽ ലോങ് ടേം ലയബിലിറ്റി ഉണ്ട്, ഷോർട്ട് ടേം ലയബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ ഡെപ്റ്റ് ഇൻക്ലൂഡ്സ് ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, ദറ്റ് മീൻസ് ഡിബഞ്ചർ, ലോങ് ടേം ലോൺ, മോർട്ട്ഗേജസ് ആൻഡ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. ലോങ് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം ലയബിലിറ്റിയും കൂടെ ആഡ് ചെയ്തതാണ് ടോട്ടൽ ഡെപ്റ്റ്. ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഉണ്ടാവും, ലോങ് ടേം ലോൺ ഉണ്ടാവും, മോർട്ട്ഗേജ് ഉണ്ടാവും. ഓക്കെ, ദെൻ കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടലും. അപ്പോൾ ലോങ് ടേം ലയബിലിറ്റിയും കറണ്ട് ലയബിലിറ്റിയും കൂടെ ആഡ് ചെയ്താലാണ് ടോട്ടൽ ഡെപ്റ്റ് കിട്ടുക. ഓക്കെ അല്ലേ? അതായത് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് റേഷ്യോ. ഇനി വേറൊരു റേഷ്യോ വരുന്നത് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് റേഷ്യോ. അത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്.
വേറെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ വരുന്നുണ്ട്, അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്? ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്. ലോങ് ടേം സോൾവൻസി ഓഫ് എ ബിസിനസ് ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. തന്നിട്ടുള്ള ഇൻഫർമേഷനകത്ത് ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് ഷെയർ ക്യാപിറ്റലിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതേപോലെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമുക്ക് എങ്ങനെ കാണാം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസും റിസർവ്സ് ആൻഡ് സർപ്ലസും ആഡ് ചെയ്താൽ കിട്ടും. കറൻറ്റ് ലയബിലിറ്റി, ലോങ് ടേം ബോറോയിങ്സ്, കറൻറ്റ് ലയബിലിറ്റി, ലോങ് ടേം ബോറോയിങ്സ്, അതിൽ നോൺ കറൻറ്റ് ലയബിലിറ്റി എന്നുള്ള ഹെഡിങ് കണ്ടില്ലേ? നോൺ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ബോറോയിങ്സ് ആണ്. ലോങ് ടേം ബോറോയിങ്സ് ഒന്നും തന്നെ ഇല്ല, കറൻറ്റ് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ, ട്രേഡ് പേയബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലോങ് ടേം ലയബിലിറ്റി ഇല്ല, ലോണായിട്ടോ ഡിബെഞ്ചറായിട്ടോ ഒന്നുമില്ല, കറൻറ്റ് ലയബിലിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ. അസറ്റിൽ തന്നിട്ടുള്ളത് നോൺ കറൻറ്റ് അസറ്റ് ഉണ്ട്. നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റാണ്. നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ കറൻറ്റ് അസറ്റ് തന്നിട്ടുണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി പ്രൊപ്രൈറ്ററി റേഷ്യോ പറഞ്ഞാൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റാണ്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടെ ആഡ് ചെയ്തല്ല. ഇതിൻ്റെ മറ്റൊരു പേരാണ് നെറ്റ് വർത്ത്, അതല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 4 lakh ആണ്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതാം കേട്ടോ. 4 lakh, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 85,000 ആൻഡ് റിസർവ്സിൻ്റെ എമൗണ്ട് 35,000, എല്ലാം കൂടെ ആഡ് ചെയ്താൽ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് കിട്ടും. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റും കറൻറ്റ് അസറ്റും കൂടെ ആഡ് ചെയ്തതാണ് ടോട്ടൽ അസറ്റ്. എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. എന്താണ് ഇക്വേഷൻ? പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. അപ്പോൾ കിട്ടിയ എമൗണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 0.77611. ഇനി ഷോർട്ടാക്കി എന്ത് ചെയ്യാം? പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു 0.78:1. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ പ്രോബ്ലംസും ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു.